അമേരിക്കയുടെ വാക്കുകേട്ട് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടുകളോട് ഇസ്രായേലിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ജൂതന്മാർക്കിടയിൽ പോലും അതൃപ്തി പുകയാൻ തുടങ്ങിയിട്ട് നാളുകളായി. വർഷം ഒന്നര കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമില്ലാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നെതന്യാഹു ആണെന്നാണ് അവർ ആരോപിക്കുന്നത്. തങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ലെന്ന് സൈനികരിൽ ഒരു വിഭാഗം തന്നെ നിലപാടെടുത്തിട്ടും നെതന്യാഹു യുദ്ധം തുടരുന്നത് വരാനിരിക്കുന്ന നടപടികളെ ഓർത്തുള്ള ഭയമാണെന്നാണ് പറയുന്നത്. അതിനിടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇപ്പോൾ തന്നെ യുദ്ധത്തിനായി ചെലവഴിച്ചും കഴിഞ്ഞു. അനുദിനം കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ എത്തിച്ച പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യം. എന്നാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കണക്കും പുറത്തു വന്നതിൽ വൻ പ്രതിഷേധമാണ് ഇസ്രായേലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഷിൻബെറ്റ് മേധാവി റോണൻ ബാറിനെയും അറ്റോർണി ജനറൽ ഗാലി ബഹരവ് മിരായെയും പുറത്താക്കാനുള്ള ഇസ്രായേൽ സർക്കാരിൻ്റെ ശ്രമങ്ങളെ ചൊല്ലി ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളും ഇസ്രായേലിന് വിനയായി മാറിയിരിക്കുകയാണ്. ഓഹരികളുടെയും ബോണ്ടുകളുടെയും വില കുത്തനെ ഇടിഞ്ഞതാണ് പുതിയ പ്രതിസന്ധികൾക്ക് കാരണം. അതേ ദിവസം തന്നെ ഇസ്രായേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബെഞ്ച് മാർക്ക് TA 125 സൂചിക 3.7% ആയും ബ്ലൂ ചിപ്പ് കമ്പനികളുടെ TA 35 സൂചിക 3.3% ആയും ഇടിഞ്ഞതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവായിരുന്നു ഇത്. TA 35 സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും ഉയർന്ന മൂലധനവൽക്കരണമുള്ള ഓഹരികളെ ട്രാക്ക് ചെയ്യുന്ന TA 90 സൂചിക 4.7% ആയും ഇടിഞ്ഞിട്ടുണ്ട്. TA ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസ് സൂചിക എന്നിവ 7.6% ആയി ഇടിയുകയും ചെയ്തു. ഹമാസ് പ്രതിരോധ ഗ്രൂപ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഇസ്രായേൽ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് വിമർശകർ ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. 2023 ജനുവരിയിൽ നിർദ്ദേശിച്ച ജുഡീഷ്യൽ പുനഃസ്ഥാപന വേളയിൽ വലിയ പൊതുജന പ്രതിഷേധത്തിനും ഇത് കാരണമായിരുന്നു. പുനഃസ്ഥാപനം ഇസ്രായേലിൽ ഫണ്ട് നിക്ഷേപിക്കുന്നതിനുള്ള റിസ്ക് പ്രീമിയം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകട സാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കളുടെ അവസ്ഥ കൂടുതൽ കഷ്ടമായെന്നാണ് വാർത്തകൾ. പ്രാദേശിക കറൻസി കൂടുതൽ ദുർബലമാവുകയും ചെയ്തിട്ടുണ്ട്. വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും ഇത് കാരണമാവുകയും ചെയ്തു. എന്നാൽ വായ്പാ ചെലവുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നുണ്ടതായി പറയുന്നുണ്ട്. വെല്ലുവിളി നിറഞ്ഞ യുദ്ധകാലത്ത് ഇസ്രായേലി കുടുംബങ്ങൾ പ്രതിമാസ മോർട്ട്ഗേജ് പേയ്മെൻറ്റുകൾ അടയ്ക്കുന്നതിനും ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിനും ഇതിനകം തന്നെ പാടുപെടുന്ന അവസ്ഥയുമാണ് ഇസ്രായേലിലുള്ളത്. 2023 ഇസ്രായേലിലെ ധനകാര്യ വിപണികൾ ആഗോള വിപണികളിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്. ആ സമയത്ത് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും നിയമവ്യവസ്ഥയിലെ ആസൂത്രിത മാറ്റങ്ങളും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുമെന്ന് വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു. ഷെക്കലിൻ്റെ മൂല്യം ഏകദേശം 1% കുറഞ്ഞ് ഡോളറിന് ഏകദേശം 3.71 നിലയിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്.